ശകുനിയെയും ജയദ്രഥനെയും ദുര്യോധനെയും ഒക്കെ പോലെ ഏറ്റവും നീചമായ കഥാപാത്രങ്ങളിൽ ഒന്നായിട്ടാണ് മഹാഭാരതത്തിൽ ദുശാസനെ അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാവും ഏറ്റവും ദാരുണമായ അന്ത്യവും ദുശാസനന് ഏറ്റുവാങ്ങേണ്ടി വന്നതും. ദുശാസന്റെ ജനനകഥയും ദ്രൗപദിയെ അപമാനിച്ച സംഭവമൊക്കെ ഏവർക്കും അറിവുള്ള കാര്യമായതിനാൽ അതിലേക്ക് കടക്കുന്നില്ല. ദുശാസനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടത്തിയ പോരാട്ടങ്ങളുടെ കഥയിലേക്ക്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആദ്യമായി അസ്ത്രമയക്കുന്നത് ദുശാസനാണ് എന്നതിലറിയാം കൗരവപക്ഷത്തെ സംബന്ധിച്ച് ദുശാസൻ എന്തുമാത്രം പ്രധാനപ്പെട്ട യോദ്ധാവായിരുന്നു എന്നുള്ളത്. കൗരവപക്ഷം ദുശാസനെ ഒരു രഥി എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ആരാണ് രഥി? ഒരേ സമയം 5000 യോദ്ധാക്കളോട് എതിരിട്ട് നിൽക്കാൻ ശേഷിയുള്ള യോദ്ധാവിനെയാണ് രഥി എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഒന്നാം ദിനം ദുശാസൻ എതിരിട്ടത് നകുലനെയും യുധിഷ്ഠിരനെയുമാണ്. അതിരഥികളായ ഇരുവരോടും അതികഠിനമായ രീതിയിലാണ് ദുശാസൻ പോരാടിയത്. എങ്കിലും പരാജയപ്പെടാനായിരുന്നു വിധി. ദുശാസൻ തീരെ വിട്ടുകൊടുത്തില്ല. രണ്ടാം ദിനം ആഞ്ഞടിച്ച ദുശാസനൻ നകുലന്റെ അംഗരക്ഷകരെ വധിച്ചു. തന്റെ അംഗരക്ഷകരെ ദുശാസനൻ വധിച്ചത് കണ്ട നകുലൻ ദുശാസനുമായി നേർക്കുനേർ വന്നു. ഇത്തവണ വർദ്ധിത വീര്യത്തോടെ ആഞ്ഞടിച്ച ദുശാസനൻ വളരെ നേരം പിടിച്ചു നിന്നെങ്കിലും ഒടുവിൽ നകുലിന് മുന്നിൽ പരാജയപ്പെടുക തന്നെ ചെയ്തു. ദുശാസനെ വധിക്കാനൊരുങ്ങിയ നകുലൻ ഭീമന്റെ ഉഗ്രശപഥത്തെക്കുറിച്ച് ഓർത്തു. ആ കഥ ഇങ്ങനെയാണ്. ദ്രൗപദി പൊതുസഭയിൽ അപമാനിക്കപ്പെട്ട സംഭവത്തിൽ സൂത്രധാരന്മാർ ശകുനിയും ദുര്യോധനുമൊക്കെ ആയിരുന്നെങ്കിലും അതിന് മുന്നിട്ടിറങ്ങിയത് ദുശാസനായിരുന്നു. അതുകൊണ്ട് തന്നെ ദുശാസനെ വധിച്ചെങ്കിൽ മാത്രമേ താൻ ഇനി അഴിച്ചിട്ട മുടി കെട്ടുകയുള്ളൂ എന്ന് ദ്രൗപദി അന്ന് ശപഥമെടുത്തിരുന്നു. മഹാഭാരതത്തിന്റെ ലേറ്റസ്റ്റ് എഡിഷൻസ് പറയുന്നത് ദുശാസന്റെ രക്തം കൊണ്ട് മുടി കഴുകിയതിന് ശേഷം മാത്രമേ ദ്രൗപദി മുടി കെട്ടൂ എന്ന് ശപഥമെടുത്തിരുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ ഭീമൻ ഒരു ഉഗ്രശപഥം എടുത്തിരുന്നു. ദുശാസനെ വധിച്ച് ദുശാസന്റെ മാറ് പിളർന്ന് രക്തം കുടിക്കും എന്നായിരുന്നു ആ ഉഗ്രശപഥം. അതിനാൽ ദുശാസൻ ഭീമനാൽ വധിക്കപ്പെടണം എന്നാഗ്രഹിച്ച നകുലൻ ദുശാസനെ കൊല്ലാതെ വിടുകയാണ് ഉണ്ടായത്. പിന്നീട് ദുശാസന്റെ ശ്രദ്ധേയമായൊരു പോരാട്ടം കാണുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 10ാം ദിനമാണ്. ആണും പെണ്ണുമല്ലാത്ത യോദ്ധാവിനെതിരെ ആയുധമെടുക്കില്ല എന്ന ശപഥമെടുത്തിരുന്ന ഭീഷ്മരെ ശിഖണ്ഡിയെ മുൻനിർത്തി പാണ്ഡവർ ആക്രമിച്ചു. അവിടെ ഭീഷ്മർക്ക് കവചമായി നിന്ന് യുദ്ധം ചെയ്ത ദുശാസനൻ ശിഖണ്ഡിയെ എതിരിടുകയും അതികഠിനമായ പോരാട്ടത്തിനൊടുവിൽ ശിഖണ്ഡിയെ മാരകമായി മുറിവേൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് ദുശാസനന്റെ പോരാട്ടം കണ്ടത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 13ാം ദിനമാണ്. അതാകട്ടെ മഹാഭാരത യുദ്ധത്തെ സംബന്ധിച്ച് കറുത്ത അധ്യായങ്ങളിലൊന്നായി മാറിയൊന്നാണ്. കാരണം അന്നായിരുന്നു ചക്രവ്യൂഹത്തിൽ അഭിമന്യുവിനെ ചതിച്ചു കൊന്ന സംഭവം. ചക്രവ്യൂഹം ഭേദിച്ച് മുന്നേറിയ അഭിമന്യുവിനെ യുദ്ധധർമ്മങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വളഞ്ഞുകൂടുന്ന ആക്രമിച്ച യോദ്ധാക്കളുടെ കൂട്ടത്തിൽ ദ്രോണർക്കും ദുര്യോധനും കർണനും ജയദ്രഥനും കൃപാചാര്യർക്കും കൃതവർമാവനും വൃഷസേനും ഒപ്പം ദുശാസനും മകൻ ദ്രുമസേനും ഉണ്ടായിരുന്നു. എന്നാൽ ആത്മവീര്യം ചോരാതെ പോരാടിയ അഭിമന്യു അതികഠിനമായ പോരാട്ടം കാഴ്ചവെക്കുകയും ദുശാസനെ മുറിവേൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് പിന്നിൽ നിന്നുള്ള ആക്രമണത്താൽ അഭിമന്യു നിരായുധനായി നിന്നപ്പോൾ ദുശാസന്റെ മകനായ ദ്രുമസേനൻ ഗദയാൽ അഭിമന്യുവിനെ പ്രഹരിക്കുകയും അത് പിന്നീട് അഭിമന്യുവിന്റെ മരണത്തിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു. തന്റെ മകനായ അഭിമന്യുവിനെ ചതിച്ചു കൊന്നതിൽ പ്രധാനിയായ ജയദ്രഥനെ സൂര്യാസ്തമയത്തിനു മുമ്പ് വധിക്കുമെന്ന് അർജുനൻ പ്രതിജ്ഞയെടുത്തതും പിന്നീട് ജയദ്രഥനെ വധിച്ചതുമൊക്കെ മുൻ കഥകളിൽ നമ്മൾ കണ്ടതാണല്ലോ. ഈ ഒരു പോരാട്ടത്തിൽ ജയദ്രഥന് കവചമായി നിന്ന് പോരാടിയത് ദുശാസനാണ്. അവിടെ അർജുനനോട് പോരടിച്ച ദുശാസനൻ അതിദയനീയമായി പരാജയപ്പെടുകയാണുണ്ടായത്. ഭീമന്റെ ശപഥം ഒന്നുകൊണ്ട് മാത്രം അർജുനൻ ദുശാസനെ കൊല്ലാതെ വിട്ടു. എന്നാൽ പിന്നീട് ദുശാസനൻ വിരാട രാജാവിന്റെ അംഗരക്ഷകരെയും മഗധ രാജാവിന്റെ മന്ത്രിയെയും വധിച്ചു. അതോടുകൂടി ദുശാസനെ ഇനി ബാക്കി വെക്കേണ്ട കാര്യമില്ലെന്ന് പാണ്ഡവർ തീരുമാനമെടുത്തു. അങ്ങനെ യുദ്ധത്തിന്റെ 16ാം ദിനം ഭീമനും ദുശാസനും നേർക്കുനേർ വന്നു. തന്റെ സകല ശക്തിയും എടുത്ത് ആ ഗദായുദ്ധത്തിൽ പോരടിച്ചു നോക്കിയ ദുശാസനൻ പക്ഷേ ഭീമന്റെ പ്രഹരമേറ്റു വീണു. ദുശാസന്റെ പടച്ചട്ട കീറിയെറിഞ്ഞ ഭീമസേനൻ തന്റെ ഇരു കൈകളാലും ദുശാസന്റെ മാറ് പിളർന്ന് ദുശാസനെ വധിക്കുകയും രക്തം കുടിക്കുകയും ചെയ്തു. തന്റെ ശപഥം നിറവേറ്റിയ ഭീമന്റെ ഈ പ്രവൃത്തി കണ്ട് പടയാളികളിൽ പലരും മോഹാലസ്യപ്പെട്ടു വീണു. കൗരവപക്ഷത്തിന്റെ ആത്മവീര്യം സകലതും ചോർന്നു പോവാൻ ഈ ഒരു സംഭവം കാരണമാവുകയും ചെയ്തു. അങ്ങനെ ഭീമന്റെയും ദ്രൗപദിയുടെയും ശപഥങ്ങൾ നിറവേറ്റപ്പെട്ടു.
ഇതായിരുന്നു മഹാഭാരതം കണ്ട ഏറ്റവും നീചമായ കഥാപാത്രങ്ങളിലൊന്നായ ദുശാസന്റെ അന്ത്യം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 40-ാം ഭാഗത്തിൽ കാണാം. താങ്ക്